ഹലോ കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊന്നാങ്കണ്ണി ചീര വെച്ചിട്ട് ഒരു തോരനുണ്ടാക്കിയ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് പൊന്നാങ്കണ്ണി ചീര നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകി ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ അത് നന്നായിട്ട് കഴുകി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട്, ഇപ്പോൾ നാടൻ റെസിപ്പിയല്ലേ, നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിനുശേഷം കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയും വറ്റൽമുളകും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചീര നമ്മൾ വീട്ടിൽ തന്നെ നട്ട് വളർത്തിയതാണ്. കണ്ണിന് കാഴ്ചശക്തിക്ക് വളരെ നല്ലൊരു ഉത്തമമായ ഒരു ഇലക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം. ഇത് ചീര തോരൻ വെച്ച് കഴിക്കുന്നതൊക്കെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചീരയുടെ ഇലകളും തണ്ടുകൾ മൂത്താണെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് പൂവൊക്കെ കിള്ളി കളയണം. അതിന് ശേഷമാണ് ഇലകൾ അരിയണമെന്നില്ല, ചെറിയ ഇലകളാണ് ഇതിൻ്റെത്. അപ്പോൾ ഇലകളെല്ലാം പെട്ടെന്നൊന്ന് വാടി വരും. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്കിപ്പായി പോയതാണേ. അപ്പോൾ തേങ്ങ, ജീരകം, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, അല്പം ഒരു പിഞ്ച് മുളക് പൊടി, ഇതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ചതച്ചെടുത്തതാണ്. ഒരുപാട് അരച്ച് കളയരുതും, ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഇലകളെല്ലാം ഇവിടെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ചതച്ചെടുത്ത തേങ്ങാക്കൂട്ടും കൂടെ ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. പൊന്നാങ്കണ്ണി ചീര എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം, അതായത് ഒരു ചെറിയൊരു ശിഖരം ഒടിച്ച് വെച്ചാൽ മതി. ഒരു ചെറിയൊരു ശിഖരം വെച്ചാൽ തന്നെ ഒരുപാട് അങ്ങ് പിടിച്ചു പോകും. നല്ല പടർന്നു പോകുന്ന ഒരു ചീരയാണ്. അപ്പോൾ നമ്മുടെ കണ്ണിന് കാഴ്ചശക്തിക്കാണ് നമുക്ക് കൂടുതലും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതേ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു സിമ്പിളായിട്ടുള്ള തോരനാണ്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയുമാണ്, ഒരുപാട് ഹെൽത്തിയും ആയിട്ടുള്ളൊരു ചീര തോരനാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.